ഹായ് ഫ്രണ്ട്സ്, JKG ടോക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിബിൻ. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ്റെ ബേസ് ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. now നമ്മൾ പഠിക്കേണ്ടത്, ഇഫ് എ certain distance is covered at two different speeds, that is half the distance is covered at speed s1 and next half at speed s2, then average speed for equal distance equal to 2 into s1 s2 divided by s1 plus s2. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി s1 എന്ന് പറയുന്ന സ്പീഡിലും ബാക്കി പകുതി s2 എന്ന് പറയുന്ന സ്പീഡിലുമാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2 into s1 s2 divided by s1 plus s2 ആയിരിക്കും. now നമുക്ക് റിലേറ്റീവ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. If two bodies are moving in the same direction at speed u and v respectively, such that u greater than v, then relative speed equal to u minus v. രണ്ട് ബോഡീസ് സെയിം ഡയറക്ഷനിൽ ഒരേ ദിശയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്പീഡുകളുടെ ഡിഫറൻസ് ആയിരിക്കും റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. Now, if two bodies are moving in the opposite direction at u and v speeds respectively, then relative speed equal to u plus v. രണ്ട് ബോഡീസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്പീഡുകളുടെ സം ആയിരിക്കും റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡിൻ്റെയും റിലേറ്റീവ് സ്പീഡിൻ്റെയും ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. Raju traveled from his home to post office at the speed of 20 km per hour and walked back at the speed of 5 km per hour. If the whole journey took 4 hours, find the distance of the post office from his home. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, രാജു വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്ക് 20 km per hour വേഗതയിലും തിരിച്ച് വീട്ടിലേക്ക് 5 km per hour വേഗതയിലും യാത്ര ചെയ്തു. ആകെ 4 മണിക്കൂറാണ് യാത്രയ്ക്ക് എടുത്തതെങ്കിൽ രാജുവിൻ്റെ വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജു ട്രാവൽ ഫ്രം ഹിസ് ഹോം ടു പോസ്റ്റ് ഓഫീസ് അറ്റ് ദ സ്പീഡ് ഓഫ് 20 km per hour. രാജു വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത് 20 km per hour എന്നുള്ള സ്പീഡിലാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ട്രാവൽ ഫ്രം ഹോം ടു പോസ്റ്റ് ഓഫീസ്, അതിന് നമ്മൾ s1 എന്ന് മാർക്ക് ചെയ്യുന്നു, ഈക്വൽ ടു 20 km per hour. നൗ സെക്കൻഡ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്ക് ബാക്ക് അറ്റ് ദ സ്പീഡ് ഓഫ് 5 km per hour. അപ്പോൾ തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത് നടന്നിട്ടാണ്. അപ്പോൾ സ്പീഡ് കുറയും. സ്പീഡ് എന്ന് പറയുന്നത് 5 km per hour ആണ്. അതിനെ നമ്മൾ s2 എന്ന് മാർക്ക് ചെയ്തു. നൗ ഹോൾ ജേർണി ടുക്ക് 4 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ടൈം എടുത്തിരിക്കുന്നത് 4 മണിക്കൂറാണ്. വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്കും പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കും എത്താനായിട്ട് ആകെ എടുത്തത് 4 മണിക്കൂർ സമയമാണ്. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ നമ്മൾ ടി എന്ന് മാർക്ക് ചെയ്യുന്നു, അത് 4 hours ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോസ്റ്റ് ഓഫീസും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? പോസ്റ്റ് ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ അറിയാം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2 into s1 s2 divided by s1 plus s2. ഇപ്പോൾ s1 s2 നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 20 into 5 divided by 20 plus 5 equal to 8 km per hour. അപ്പോൾ രാജു യാത്ര ചെയ്യുന്ന ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 8 km per hour ആണ്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം ടേക്കൺ. രണ്ടും നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 into 4 that is 32 km. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 32 km. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 32 ഉണ്ടാവും. അത് ചെന്ന് മാർക്ക് ചെയ്താൽ ഉത്തരം തെറ്റും. കാരണം എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്കുള്ള ദൂരവും പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള ദൂരവും രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസിന്റെ നേരെ പകുതിയായിരിക്കും ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു പോസ്റ്റ് ഓഫീസ്. അതായത് 32 divided by 2 equal to 16 km. 16 കിലോമീറ്റർ ആണ് റൈറ്റ് ആൻസർ.
അപ്പോൾ 32 കിലോമീറ്റർ എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്കും പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുമുള്ള ആകെ ദൂരമാണ് 32 കിലോമീറ്റർ. അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ പകുതിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ 16 കിലോമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ലീവ്സ് ഫ്രം ഹിസ് ഹൗസ് ഓൺ ഹിസ് സ്കൂട്ടർ അറ്റ് എ ഫിക്സഡ് സ്പീഡ്. ആഫ്റ്റർ 3 hours, his brother leaves from the same house on a car and moves in the same direction at a uniform speed of 60 km per hour and catches up the scooter in 2 hours. Find the speed of the scooter. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ ഒരു നിശ്ചിത വേഗതയിൽ പുറപ്പെടുന്നു. 3 മണിക്കൂറുകൾ കഴിഞ്ഞ് അയാളുടെ സഹോദരൻ അതേ വീട്ടിൽ നിന്നും കാറിൽ അതേ ദിശയിൽ പുറപ്പെടുന്നു. കാർ 60 കിലോമീറ്റർ പെർ അവർ ഏകീകൃത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് കാർ സ്കൂട്ടറിന്റെ ഒപ്പം എത്തുമെങ്കിൽ സ്കൂട്ടറിന്റെ വേഗത എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി, ഇഫ് 2 ബോഡീസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് ഡിഫറെന്റ് സ്പീഡ്സ്, one initiating earlier, then the distance covered by both the bodies at the point of overtake is the same for both the bodies. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഡിഫറെൻറ്റ് ബോഡീസ് ഉണ്ട്, കാറുണ്ട്, സ്കൂട്ടറുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി സ്കൂട്ടറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, കാറ് പിന്നീടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് രണ്ടും ട്രാവൽ ചെയ്യുന്നത് ഒരേ ദിശയിലാണ്, ഒരേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂട്ടറും കാറും ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി. നൗ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് ഓഫ് സ്കൂട്ടറാണ്. ലെറ്റ് ദ സ്പീഡ് ഓഫ് സ്കൂട്ടർ ബി എസ് കിലോമീറ്റർ പെർ അവർ. എസ് കിലോമീറ്റർ പെർ അവർ ആണ് സ്കൂട്ടറിന്റെ സ്പീഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. കിലോമീറ്റർ പെർ അവർ എടുക്കാൻ കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടൈം അവേഴ്സിലും സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലുമാണ്. സോ നമ്മൾ സെയിം യൂണിറ്റ് ഫോളോ ചെയ്യുകയാണ്. നൗ സ്പീഡ് ഓഫ് കാർ ഈസ് ഈക്വൽ ടു 60 കിലോമീറ്റർ പെർ അവർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നൗ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്കൂട്ടർ ഇൻ 5 hours ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഇൻ 2 hours. എന്തുകൊണ്ടാണ്? ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂട്ടറാണ്. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് 3 hours ലേറ്റർ ആണ്, 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ കാറ് സ്കൂട്ടറിന് ഓവർടേക്ക് ചെയ്യാനായിട്ട് 2 മണിക്കൂർ ടൈം എടുക്കും. ദാറ്റ് മീൻസ് കാറ് എത്ര ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്? 2 മണിക്കൂറേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ബട്ട് സ്കൂട്ടർ എത്ര ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്? 3 + 2 5 hours, 5 മണിക്കൂർ സ്കൂട്ടർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ബട്ട് രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അതാണ് നമ്മൾ സ്ട്രാറ്റജിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നൗ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സ്കൂട്ടർ ഇൻ 5 hours ഈക്വൽ ടു, നമുക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം, സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, ടൈം 5 hours ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എസ് ഇൻറ്റു 5 ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ കാർ ഇൻ 2 hours എന്ന് പറയുന്നത്, കാറിന്റെ സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 ആണ്. അപ്പോൾ 60 × 2 hours ആണ് കാറ് ട്രാവൽ ചെയ്യുന്നത്. നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. എസ് ഈക്വൽ ടു 120/5 ഈക്വൽ ടു 24 കിലോമീറ്റർ പെർ അവർ. 24 കിലോമീറ്റർ പെർ അവർ ആണ് ഫൈനൽ ആൻസർ, കറക്റ്റ് ആൻസർ. സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ക്വസ്റ്റ്യനോട് നോക്കാം. എ ആൻഡ് ബി ആർ 2 stations 320 kilometers apart. A train starts from A at 10 a.m. and travels towards B at 60 km per hour. Another train starts from B at 12 p.m. and travels towards A at 40 km per hour. At what time do they meet? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എയും ബിയും 320 കിലോമീറ്റർ അകലത്തിലുള്ള 2 സ്റ്റേഷനുകളാണ്. എയിൽ നിന്നും ഒരു ട്രെയിൻ രാവിലെ 10 മണിക്ക് പുറപ്പെടുന്നു. 60 കിലോമീറ്റർ പെർ വേഗതയിൽ ബിയിലേക്കാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ബിയിൽ നിന്നും മറ്റൊരു ട്രെയിൻ ഉച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെട്ട് എയിലേക്ക് 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. എത്ര മണിക്കാണ് ഈ 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുക? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജി, if 2 bodies initiate at 2 opposite points and starts moving towards each other, then the sum of distances traveled by them till their crossing point
ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു എക്സ്ട്രീം പോയിന്റ്സ്. രണ്ട് ഡിഫറെൻറ്റ് ബോഡീസ് രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ്സിൽ നിന്നും യാത്ര ചെയ്യുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഓർ ഇഫ് ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ, അവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ സഞ്ചരിച്ചിരിക്കുന്ന ഡിസ്റ്റൻസുകളുടെ സം എന്ന് പറയുന്നത് ആ രണ്ട് എക്സ്ട്രീം പോയിന്റ്സിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ട്രെയിനിന്റെ കേസാണ്. ഒരു ട്രെയിൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ട്രെയിൻ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അവർ സെയിം ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്? അല്ല, അവർ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ക്രോസ് ചെയ്യുന്ന, ആ രണ്ട് ട്രെയിനും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ട്രെയിനും സഞ്ചരിച്ചിരിക്കുന്ന ആകെ ഡിസ്റ്റൻസുകളുടെ തുക എന്ന് പറയുന്നത് ആ രണ്ട് സ്റ്റേഷന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ശരിയല്ലേ? ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, വേറെ ട്രെയിൻ വേറൊരു സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരാകെ സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സ്റ്റേഷന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നൗ ക്വസ്റ്റ്യനിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അറ്റ് വാട്ട് ടൈം ഡു ദേ മീറ്റ്? ഏത് സമയത്താണ് ആ രണ്ട് ട്രെയിനുകൾ തമ്മിൽ ക്രോസ് ചെയ്യുക? ലെറ്റ് ദേ മീറ്റ് 3 hours ആഫ്റ്റർ 10 AM. എന്തുകൊണ്ടാ? 10 AM ആണ് നമുക്ക് ആദ്യത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 10 AM കഴിഞ്ഞിട്ട് 3 hours കഴിയുമ്പോഴാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. നൗ നമുക്ക് സ്ട്രാറ്റജി അറിയാം. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഫസ്റ്റ് ട്രെയിൻ ഇൻ 3 hours പ്ലസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സെക്കൻഡ് ട്രെയിൻ ഇൻ T-2 hours ഈക്വൽ ടു 320. എങ്ങനെ ഇക്വേഷൻ നമുക്ക് കിട്ടിയേ? ആദ്യത്തെ ട്രെയിൻ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ ട്രെയിൻ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ ആദ്യത്തെ ട്രെയിനേക്കാൾ 2 മണിക്കൂർ കുറച്ചേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഫസ്റ്റ് ട്രെയിൻ ഇൻ 3 hours പ്ലസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സെക്കൻഡ് ട്രെയിൻ ഇൻ T-2 hours ഈക്വൽ ടു 320 എന്ന് എഴുതുന്നത്. 320 എഴുതാൻ കാരണം എന്താ? എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 320 kilometers ആണ്. നൗ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60 × T അതായിരിക്കും ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഫസ്റ്റ് ട്രെയിൻ ഇൻ 3 hours പ്ലസ് 40 × T-2 അതാണ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സെക്കൻഡ് ട്രെയിൻ ഇൻ T-2 hours ഈക്വൽ ടു 320. നമുക്ക് സോൾവ് ചെയ്യാം. 100T ഈക്വൽ ടു 400, T ഈക്വൽ ടു 4 hours. ഇപ്പോൾ T 4 hours നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് 10 മണി കഴിഞ്ഞ് 4 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ആ രണ്ട് ട്രെയിനും തമ്മിൽ മീറ്റ് ചെയ്യുക. 10 മണി കഴിഞ്ഞ് 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2 PM ഉച്ച കഴിഞ്ഞ് 2 മണിക്കായിരിക്കും ആ രണ്ട് ട്രെയിനുകളും തമ്മിൽ മീറ്റ് ചെയ്യുക. സോ ഇതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി. സ്ട്രാറ്റജി മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ടുഡേസ് സെഷൻ. അടുത്ത സെഷനിൽ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷനിൽ അപ്ലൈ ചെയ്യാവുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് പഠിക്കാം. ലെറ്റ്സ് സ്മാഷ് ഇറ്റ് ടുഗദർ. താങ്ക് യു.